ചിറവരമ്പത്ത് കാവിലമ്മ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ കുന്നോളം താലൂക്കിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ അരുവായി എന്ന ഗ്രാമത്തിലെ തലയെടുപ്പോടെ നിൽക്കുന്ന ക്ഷേത്രമാണ് ശ്രീ ചിറവരമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രം. 52 ദേശങ്ങൾക്ക് അതിഥിയാണ് ശ്രീ ചിറവരമ്പത്ത് കാവിലെ അമ്മ. മനസ്സറിഞ്ഞ് വിളിച്ചാൽ ആ നിമിഷം തന്നെ അമ്മ നമ്മുടെ ചാരത്ത് വന്ന് അനുഗ്രഹം ചൊരിയുന്ന ഭക്തവത്സലയാണ് ഭഗവതി. വളരെ അപൂർവമായ ശാന്ത സ്വരൂപത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏകദേശം 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട് ഏറെ പ്രിയമുള്ള മാതൃസ്വരൂപിണിയായ ആണ് ഭഗവതി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള എല്ലാ വഴിപാടുകൾക്കും ഇവിടെ പ്രാധാന്യമാണ്. ഇവിടെ കുട്ടികൾക്ക് ചോറൂണ് നടത്തുന്നതും എഴുത്തിനിരുത്തുന്നതും നടക്കിരുത്തുന്നതും എല്ലാം ഏറെ വിശേഷമായാണ് കരുതുന്നത്. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നവീകരണ സഹസ്ര കലശവുമാണ് ഇപ്പോൾ നടത്തുന്നത്. മാർച്ച് 27 തൊട്ട് ഏപ്രിൽ 6 വരെയാണ് നടക്കുന്നത്. ഏതൊരു ക്ഷേത്രവും അതിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് 12 വർഷം ഒരു വാഴവട്ടകാലം കൂടുമ്പോൾ കലശാദി ക്രിയകൾ നടത്തി ചൈതന്യവർദ്ധനവ് നടത്തേണ്ടതാണ്. പൂജാതി കാര്യങ്ങളിലുണ്ടാകുന്ന ലോപം, കുറവ്, ഭക്തജനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ദോഷങ്ങൾ എന്നിവയിലൂടെ നഷ്ടപ്പെടുന്ന തേജസ് വീണ്ടെടുത്ത് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനുള്ള ഭഗവതിയുടെ ചൈതന്യത്തിന് പൂർണ്ണ ശക്തി വീണ്ടെടുക്കുക എന്നതാണ് നവീകരണ കലശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ എണ്ണത്തിൻ്റെയും ഓരോ ക്ഷേത്രത്തിലെ മൂർത്തികളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് പൂജാതി കാര്യങ്ങളിലും കലശങ്ങളിലും വ്യത്യാസമുണ്ടായി. ചിറവരമ്പത്ത് കാവ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഏകദേശം 800 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. പഴമക്കാരിൽ നിന്ന് വായ്മൊഴിയായി പകർന്നു കിട്ടിയ ഏകദേശ വിവരങ്ങൾ മാത്രമേ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളൂ. അരുവായിൽ നിന്ന് 15 കിലോമീറ്റർ വടക്ക് മാറി നിലകൊള്ളുന്ന അയ്യൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് പണ്ട് കച്ചവട കേന്ദ്രമായിരുന്നു. പരദേശിയായ ബ്രാഹ്മണരായ അയ്യർമാരായിരുന്നു ഇവിടുത്തെ കച്ചവടക്കാർ. കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചപ്പോൾ കുറേ ബ്രാഹ്മണർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷേ അതിൽ ഒരു ബ്രാഹ്മണർ ഇവിടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഒരു ദിവസം ഓലക്കുട ചൂടി പുറപ്പെട്ടു. അദ്ദേഹം വളരെ ദേവീഭക്തനായിരുന്നു. ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് വനമായിരുന്നു. അരുവായി പാടത്തിനോടനുബന്ധിച്ച് 2 ചിറയുണ്ടായിരുന്നു. അതിൻ്റെ ഇടത്തും വലത്തും. ആ ചിറയുടെ വരമ്പിലൂടെയായിരുന്നു അയ്യരുടെ യാത്ര. ആ ചിറയിൽ കുളിച്ച് സന്ധ്യാവന്ദനവും മറ്റും നടത്തി അയ്യർ ഓലക്കുട ചിറയുടെ വരമ്പത്ത് വയ്ക്കുകയും തൻ്റെ എല്ലാ ക്രിയകൾക്ക് ശേഷം കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ കുട കിട്ടാതെയായി. അതിനുശേഷം ഗുരുവായൂരിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴും കുട എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ എല്ലാവരും കൂടി പ്രശ്നം വെച്ച് ാണ് മനസ്സിലായത് ആ കുടിയിൽ ദേവി കുടികൊള്ളുന്നെന്നും ആ സ്ഥലത്ത് ദേവി ചൈതന്യമുണ്ടെന്നും അവിടെ ദേവിക്ക് ഇരിക്കാൻ താല്പര്യമുണ്ടെന്നും അങ്ങനെയാണ് ചിറവരമ്പത്ത് കാവ് എന്ന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഉണ്ടാവാനുള്ള കാരണം. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് അവിടെ ക്ഷേത്രം പണിത് ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പിന്നീട് അയ്യർമാർ ക്ഷേത്ര ചുമതല ആ ദേശത്തെ 4 തറവാട്ടുകാരെ ഏൽപ്പിച്ചു എന്നാണ് വിശ്വാസം. 4 തറവാട്ടിൽ ഇന്ന് ഒരു തറവാട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പയ്യഴി തറവാട്ടുകാർക്കാണ് ഇപ്പോഴത്തെ ഊരാള സ്ഥാനം. ഇത്രയൊക്കെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതിയുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, ഹനുമാൻ, രക്ഷസ്, പിന്നെ
കരിനീലി, വടക്കൻ വാതിൽ, ഭൂതഗണങ്ങൾ എന്നിങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞ് ഉപദേവതകളും ഉണ്ട്. ഇനി നമുക്ക് ക്ഷേത്രമൊന്ന് ചുറ്റിക്കാണാം അല്ലേ. ശ്രീ ചിറകക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശം നടത്തുകയാണ്. മാർച്ച് 27 മുതൽ ഏപ്രിൽ 6 വരെ 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ചടങ്ങ്.
27-ാം തീയതി ആചാര്യഭരണത്തോടുകൂടി ആരംഭിച്ച് ഏപ്രിൽ 6-ാം തീയതി സഹസ്ര കലശത്തോടുകൂടി അവസാനിക്കുന്ന ഈ ചടങ്ങിൽ ക്ഷേത്രത്തിനകത്ത് വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. വിവിധ കലശങ്ങൾ, ഹോമങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെയും 15ഓളം സഹകാർമ്മികരുടെയും നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. ക്ഷേത്ര പുറത്തെ വേദിയിൽ ഈ ദിവസങ്ങളിലെല്ലാം, അതായത് ഏപ്രിൽ 2-ാം തീയതി 5-ാം തീയതി ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രകലകളെല്ലാം അരങ്ങേറുന്ന ഈ ദിവസങ്ങളിൽ ഓട്ടംതുള്ളൽ, നൃത്തനൃത്യങ്ങൾ, ഭക്തിഗാനമേള, നൃത്തനാടകം, ഇങ്ങനെ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഭക്തജനങ്ങൾക്ക് കാലത്ത് ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം എന്നിങ്ങനെ ഊട്ടുപുരയിൽ നടത്തപ്പെടുന്നു. വളരെ ഏകദേശം 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ആദ്യമായാണ് ഒരു സഹസ്ര കലശ അഭിഷേകം നടത്തപ്പെടുന്നത്. ക്ഷേത്ര പരിസരത്തുള്ള ഈ തട്ടകത്തിലെ എല്ലാ ഭക്തജനങ്ങളുടെയും ഐശ്വര്യത്തിനും ഭഗവതിയുടെ ചൈതന്യവർദ്ധനവും വേണ്ടി നടത്തപ്പെടുന്ന ഈ അത്യപൂർവമായ ഈ ചടങ്ങ് ഏപ്രിൽ 6-ാം തീയതി അവസാനിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഈ ദിവസങ്ങളിലെല്ലാം ഭഗവതിയെ ദർശിക്കുന്നതിനും എല്ലാ ചടങ്ങുകളിലും ഭാഗഭാക്കാവുന്നതിനു വേണ്ടി ഭരണസമിതിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമ്പർ പറഞ്ഞു. പണ്ട് ഇവിടെയൊക്കെ വലിയ കാവായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ മതിൽ കെട്ടി സെപ്പറേറ്റ് കളഞ്ഞു. നമ്മൾ ഇത് ഭദ്രകാളിയുടെ അമ്പലമാണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗുരുതി എല്ലാം നടക്കുമ്പോൾ ഇവിടെ വടക്കൻ വാതിലിക്കില്ല അവിടെ വന്നിട്ടാണ് ഗുരുതിയുടെ സമർപ്പണമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഐതിഹ്യം അനുസരിച്ചിട്ട് രാത്രി 12 മണിയോടുകൂട്ടാണ് ഗുരുതിയെല്ലാം നടക്കുന്നത്. അപ്പോൾ ദേവസാന്നിധ്യത്തിൽ ഭൂതം, പിശാചുക്കൾ എല്ലാം ഇറങ്ങേണ്ട സമയമാണ്. അവരുടെ വാസസ്ഥലമാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ അത്ര പവിത്രയോട് കൂടിയിട്ട് അത് സംരക്ഷിക്കുകയാണ്. ഇവിടെ ചുറ്റുകളൊക്കെ എല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ സമാപനമായിട്ട് ഗുരുതിയുടെ അവിടെ നമ്മുടെ കോമരം പുള്ളിയുടെ സമർപ്പണം ചെയ്തിട്ടാണ് മറ്റുമൊക്കെ പൂർത്തീകരിക്കുക. അതാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഭഗവതി ഉത്സവപ്രിയയും അലങ്കാരപ്രിയയുമായതിനാൽ ഇവിടെ പൂരം, വേല, പ്രതിഷ്ഠാദിനം, നവരാത്രി തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും വളരെ വിപുലമായി തന്നെ ആഘോഷിക്കാറുണ്ട്. നല്ല ചൈതന്യമുള്ള ദേവി വിഗ്രഹമാണ്. ഒരിക്കൽ വന്ന് തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും തൊഴാൻ വരാൻ തോന്നുന്ന ദേവീക്ഷേത്രമാണ്. എല്ലാവരും ഇവിടെ വരിക. ദേവിയുടെ വിശേഷപ്പെട്ട ഈ അവസരത്തിൽ പറ്റുന്ന വിധത്തിൽ എല്ലാവരും പങ്കാളികളാവുക. വളരെ ദേവിയുടെ അനുഗ്രഹത്തോടെ ഈ വിശേഷപ്പെട്ട വീഡിയോ ഞാൻ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. Yeah.
Krishna Paramatmane, Krishna Paramatmane, Krishna Krishna, Jaya Krishna Krishna, Jaya Krishna Krishna.